ഗുഡ് മോർണിംഗ്. ഇന്ന് നവംബർ 2. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. എൻ്റെയും ഏട്ടൻ്റെയും കുഞ്ഞിൻ്റെയും. കാരണം നാസിക്കിലിപ്പം ഞാൻ 2007 വന്നതാണ്. അന്ന് തൊട്ട് ടിൽ ദ ഡേറ്റ് പറയാമെങ്കിൽ ഇവിടെ ഉണ്ട്. പക്ഷേ അപ്പം ആൻറ്റിയുടെയൊക്കെ കൂടെയാണ് ഞങ്ങൾ താമസിച്ചിട്ടുള്ളത്. അല്ലാതെ ഹോസ്റ്റലിൽ താമസിച്ചിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും നമ്മുടെ ഒരു ഓൺ ഹൗസ് എന്നും പറഞ്ഞ് ഇതുവരെ നമ്മളങ്ങനെ താമസിച്ചിട്ടില്ല. അപ്പം ഞങ്ങൾക്കിത് ഒരു എന്താ പറയുക, ഭയങ്കര ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ഡേ ആണ്. കാരണം ഞങ്ങളുടെ ഒരു ഹൗസ് വാമിംഗ് എന്ന് തന്നെ പറയാം. നമ്മൾ റെൻ്റ് ഹൗസാണ്. ത്രൂ എഗ്രിമെൻ്റ് പ്രോസസ്സൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ സ്വന്തമായിട്ട് ഒരു വീടെടുക്കാനും താമസിക്കാനും ഒക്കെ പെട്ടെന്ന് കഴിയുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. പക്ഷേ ഞങ്ങൾ നാട്ടിൽ നിന്ന് കയറുന്നതിന് മുമ്പ് തന്നെ ചേട്ടൻ്റെ ഫ്രണ്ട്സ്, അതായത് വിശ്വൻ ചേട്ടനാണെങ്കിൽ എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. റൂമിൻ്റെ കാര്യത്തിനകത്ത് ഞങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ലായിരുന്നു. വരിക, പാല് കാച്ചുക, വന്ന് താമസിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ആ ഒരു ഒക്കേഷൻ ഇന്നലെ ആയിരുന്നു. അതായത് വലിയൊരു ഫങ്ഷനായിട്ടൊന്നും വെച്ചില്ല. നമ്മുടെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും മാത്രം. അതിനകത്ത് ഞാനും ഏട്ടനും കുഞ്ഞും വിശ്വൻ ചേട്ടനും മിനി ചേച്ചിയും ചേച്ചിയുടെ കസിനും മാത്രമേ ഉള്ളായിരുന്നു. ആൻറ്റി അങ്കിളും ഒക്കെ ചർച്ചിൽ പോയതുകൊണ്ട് അവർക്ക് ഇച്ചിരി ലേറ്റായിട്ടേ വരാൻ പറ്റത്തുള്ളായിരുന്നു. അപ്പം അതുകൊണ്ട് അവർ പാല് കാച്ചിൻ്റെ സമയത്തില്ലായിരുന്നു. ബട്ട് എനിവേ നമ്മളത് നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഭംഗിയായിട്ട് ചെയ്തു. ഒരു പ്ലാനിങ് ഇല്ല, വിത്തൗട്ട് എനി പ്ലാനിങ് ചെയ്തതാണ്. അതുകൊണ്ട് അതിൻ്റേതായ ഒരു ചെറിയ പോരായ്മകളുണ്ട്. എന്നാലും ഗുരുവായൂരപ്പനെതായി കാണുന്ന പോലെ ഒരു പ്രശ്നമില്ലാതെ എല്ലാം ഒരു നല്ല ഭംഗിക്ക് തന്നെ നടത്തി. അങ്ങനെ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ ഇട്ടേക്കുന്നത്. പിന്നെ പവൻ നഗറിലാണ് ഞങ്ങളുടെ വീട്. അപ്പം എല്ലാവർക്കും നന്ദി.